IBPS POന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഒരുപാട് കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ എല്ലാവർക്കും എന്താണ് ഓഫീസർ ലെവലിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എത്ര രൂപ സാലറി കിട്ടും ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും? എല്ലാവരും പറയും ബാങ്കിലെ ജോലി അടിപൊളിയാണ്, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കരുതി എഴുതാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നത് നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ കൂടെ നോക്കാം. അപ്പോൾ ഒരു IBPS PO നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലിയാണ് ഒരു ബാങ്ക് ഓഫീസർ എന്ന് പറഞ്ഞാൽ, അല്ലേ? ആ ബാങ്ക് ഓഫീസർക്ക് എത്ര സാലറി കിട്ടും? ഇതാ നമ്മളുടെ ബേസിക് പേ എന്ന് പറയുന്ന കാര്യം, അതായത് നിങ്ങൾക്ക് ബേസിക് 48,480 രൂപ കിട്ടും ബേസിക്. അതായത് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക്, ഒരു ഡിഗ്രിക്കാരന്, ഏത് ഡിഗ്രി വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ എക്സാമുകൾ എഴുതി ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന ബേസിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. DA ഉണ്ടാവും, സ്പെഷ്യൽ അലവൻസ് DA ഉണ്ട്, ലേണിംഗ് അലവൻസ് DA, അതേപോലെ ഹൗസ് റെൻ്റ് അലവൻസ്, CCA, അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എംപ്ലോയർ. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 91,000 അടുത്ത് 90,732. IBPSൽ നമുക്ക് എക്സാമുകളിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ കുറച്ചധികം പങ്കെടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ബാങ്കിൻ്റെയും അനുസരിച്ച് ഈ സാലറിയിൽ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. ബേസിക്കലി മാറ്റില്ലെങ്കിലും ഈ സാലറിയിൽ എന്ത് ചെയ്യും, മാറ്റങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഡിഡക്ഷൻസ് വരും. നമുക്ക് കുറച്ച് എന്ത് ചെയ്യും, കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻ ഹാൻഡ് സാലറി 76,430. അത് ഏകദേശം എത്ര രൂപയാണ്? നിങ്ങൾക്കൊരു എത്രയാണ് ബാങ്കുകൾ, പല ബാങ്കുകൾ വേരി ചെയ്യുന്ന അനുസരിച്ച് ഒരു 74,000 തൊട്ട് ഒരു 77,000 ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, കയ്യിൽ കിട്ടുന്ന സാലറി. ആലോചിച്ച് നോക്കിയേ, ഒരു ജോലി, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന സാലറിയാണ് പറഞ്ഞത്. 77,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാലറി ആയിട്ട് ഇൻ ഹാൻഡ് കിട്ടും, എല്ലാ ഡിഡക്ഷൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ട്. ഇനി അതിലേക്ക് പോവുകയാണെങ്കിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പ്രൊഫഷണൽ ടാക്സിന് അവരൊരു എമൗണ്ട് കട്ട് ചെയ്യും. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ എംപ്ലോയി, അതേപോലെ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ എംപ്ലോയർ, ഈ ടോട്ടൽ ഡിഡക്ഷനാണ് ഏകദേശം ഒരു 14,302. ഇത് ഓരോ ബാങ്ക് അനുസരിച്ച് ആ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവിടെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് സാലറിയാണ്. കട്ടിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു 75,000 രൂപ കയ്യിൽ കിട്ടുമെന്ന് തന്നെ കരുതാം. ആലോചിച്ച് നോക്കുക, ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾക്ക് ശരിയാണല്ലോ ഒരു 75,000 രൂപ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ്. ഇപ്പോൾ നിങ്ങളുടെ ഫാദർ, മദർ, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ ചിലവുകൾ, അവരുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഹൗസ്, വീട് വെക്കണം, കാറ് മേടിക്കണം, തുടങ്ങി ഒട്ടനവധി ചിലവുകളുണ്ട് അല്ലേ? അതും നിങ്ങളുടെ എന്തുണ്ട്, നിങ്ങൾക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്ട്രാ ബെനിഫിറ്റ്സ് നിങ്ങളൊന്ന് നോക്കി. നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ്, നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ ഡിപ്പെൻഡൻസിനും എന്തുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എക്സ്പെൻസിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട. പിന്നെ ലീവ് ട്രാവൽ കൺസെഷൻ, TA, ന്യൂസ് പേപ്പർ ആൻഡ് മൊബൈൽ ആൻഡ് ടെലിഫോൺ റീംബേഴ്സ്മെൻറ്റ് ആസ് പെർ ബാങ്ക് പോളിസി. ഇതൊക്കെ ഇപ്പം നമുക്ക് വളരെ അപൂർവമായിട്ട് മൊബൈൽ ഫോണും കാര്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്താണ് നമുക്ക്, എന്നാലും ആ അലവൻസിൻ്റെ കാര്യത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബാങ്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ ആൻഡ് മൊബൈൽ, ടെലിഫോൺ റീംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഓരോ ബാങ്കിൻ്റെയും പോളിസി അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, എന്നാലും അങ്ങനെ ഒരു അലവൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതെല്ലാം വളരെ ചീപ്പായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യങ്ങൾ. ന്യൂ പെൻഷൻ സ്കീം ബെനിഫിറ്റ്, NPS ബെനിഫിറ്റ്, ലീവ് എൻഹാൻസ്മെൻറ്റ്, അതൊക്കെ സാധാരണ ജോലികളുള്ള പോലെ. ഇതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ലോ ഇൻട്രസ്റ്റ് സ്റ്റാഫ് ലോൺസ് ഫോർ ഹൗസിംഗ്, വെഹിക്കിൾ, എഡ്യൂക്കേഷൻ ആൻഡ് പേഴ്സണൽ നീഡ്സ് ആഫ്റ്റർ പ്രിസ്ക്രൈബ്ഡ് സർവീസ് പീരീഡ്. പ്രൊബേഷൻ പീരീഡിന് ശേഷമാണ് ഇത്ര സമയം നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്ത് നിങ്ങളുടെ പ്രൊബേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു പെർമനൻറ്റ് എംപ്ലോയി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ലോ ഇൻട്രസ്റ്റിൽ, വെഹിക്കിൾ ലോൺ ലോ ഇൻട്രസ്റ്റിൽ, എഡ്യൂക്കേഷൻ ലോൺ പഠിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനുള്ള ലോൺ, പേഴ്സണൽ ലോൺസ് വിത്തൗട്ട് ഇൻട്രസ്റ്റ് പേഴ്സണൽ ലോൺസ് വരെ ബാങ്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്ത് പൊക്കോളും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ബെനിഫിറ്റുകൾ, ഗ്രാറ്റുവിറ്റി ആൻഡ് അതർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആസ് പെർ ബാങ്ക് റൂൾസ്, പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ്. അത് ഓരോ ബാങ്ക് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചില ടൂർ പാക്കേജുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ?
നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ, ബാങ്കിന് നിങ്ങൾ ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, സാലറി 75,000 രൂപയോളം നിങ്ങൾക്ക് സാലറി ഉണ്ട്. ഒരു കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന കാര്യങ്ങൾ ചികിത്സാ ചിലവ്, ഹൗസ് വീട് വയ്ക്കുന്ന ചിലവ്, വാഹനം വാങ്ങുന്ന ചിലവ്, വാഹനത്തിൽ പെട്രോൾ അടിക്കുന്ന ചിലവ്, ഇതെല്ലാം ബാങ്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയുടെ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. ആ ജോലിക്ക് അത്രയ്ക്കധികം എന്തുണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് സേഫാണ്. ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള വർക്ക് കാര്യങ്ങൾ, എല്ലാ ജോലിക്കും എന്തുണ്ടാവും, വർക്കുകൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളെ നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ ആ ജോലിയിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ സാലറിയും അതേപോലെ തന്നെ ഈ പറഞ്ഞ അലവൻസുകളും ഈ പറഞ്ഞ ബെനിഫിറ്റ് എല്ലാം അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ജോലികളെ കുറ്റം പറയുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. പഠിച്ച് എന്ത് ചെയ്യുക, ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ കഴിഞ്ഞ കൊല്ലം ബാങ്കുകളിലും നമ്മളുടെ എൻട്രി സെൻട്രൽ ഗവൺമെൻറ് ബാച്ചുകളിൽ നിന്നും ജോലിയിലേക്ക് പ്രവേശിച്ച കുട്ടികളുടെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടൊരു മോട്ടിവേഷൻ ആവട്ടെ അല്ലേ. ആ മോട്ടിവേഷൻ നമുക്ക് വേണം. നമ്മൾ സെൽഫായിട്ടൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണം. ഈ സാലറി കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞത്, അതൊരു മോട്ടിവേഷനാണ്. ഇത്ര സാലറി ഉണ്ട്, വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല കുട്ടികളും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു 10,000 15,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്കൊക്കെ ജോലിക്ക് കയറുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 25,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരാൾക്ക് കിട്ടുന്ന നല്ലൊരു എമൗണ്ടിന് ജോലിക്ക് കയറുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊരു 4 കൊല്ലം, ഞാൻ സ്ഥിരമായിട്ട് കോച്ചിങ്ങിന് നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ കാണുന്നൊരു ട്രെൻഡാണ്. ഒരു 4-5 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഒരു 3,000 രൂപയായിരിക്കും ഇവർക്ക് സാലറി ഹൈക്കായിട്ടുണ്ടാവുക. വർക്ക് പ്രഷർ ഭയങ്കരമായിരിക്കും, അവർക്ക് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഒരു 26 വയസ്സൊക്കെ ആകുമ്പോൾ ഇനി ഏജിലേക്ക് അടുക്കുകയാണ്, എക്സാം എഴുതാനായിട്ടുള്ള ഫൈനൽ ഏജിലേക്ക് അടുക്കുന്ന സമയമാകുമ്പോൾ അവരെന്ത് ചെയ്യും, കോച്ചിങ്ങിലേക്ക് വരും. പക്ഷെ അവർ ഇത്രയും നാളും പഠിപ്പൊക്കെ വിട്ട് വേറെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. എന്നാലും അവരെന്ത് ചെയ്യും, അങ്ങനെയുള്ളവരിൽ നിന്നാണ് കൂടുതൽ റിസൾട്ട് കിട്ടാട്ടോ. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു 2 വർഷത്തെ അല്ലെങ്കിൽ 1 വർഷം നിങ്ങൾക്കൊരു 25,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സമയം, ഇപ്പം നമ്മൾ എന്താണ് ഒരു 20-22 വയസ്സുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ച് പൊളിച്ച് നടക്കാൻ പറ്റും. നമുക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് കൊടുക്കണ്ട. നമ്മൾ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിപ്പ് പോകാനും സിനിമയ്ക്ക് പോകാനും ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാലറി അതിന് ആനുപാതികമായിട്ട് കൂടിയില്ലെങ്കിലോ. ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ജോലികൾ അങ്ങനത്തെ അല്ല, ഞാനൊരു കുറച്ചൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. നല്ല സാലറിയുള്ള ജോലികൾ ഒരുപാടുണ്ട്, അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു ട്രെൻഡ് ഒരുപാട് ഭൂരിഭാഗവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ട്രെൻഡിലാണ് ആൾക്കാർ പോവുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. വെറുതെ നിങ്ങൾക്ക് ഒരു 75,000 ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് വെറുതെ പ്രവേശിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് എക്സാംസ് ഉണ്ട്, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. വെറുതെ പോയി ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ആർക്കും ജോലി കിട്ടില്ല. ആ സിലബസ് മനസ്സിലാക്കി, ആ എക്സാമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും സെറ്റിൽഡായി. ഓക്കെ, സോ നമ്മളുടെ ഈ വരുന്ന കൊല്ലത്തെ ഒരു കലണ്ടർ IBPS റിലീസ് ചെയ്തതാണ്. ബാക്ക് ടു ബാക്ക് എക്സാമുകളുണ്ട്. നമ്മളൊരൊറ്റ പഠനം പഠിച്ചു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ഒരുപാട് എക്സാമുകൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമിൽ വീണ് പോയാലും അടുത്ത എക്സാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരൊറ്റ പഠനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റും. ഇത് ബാങ്കിങ് മേഖലയിലെ എക്സാമുകളാണ്. അത് ഇതിൽ തന്നെ പ്രൈവറ്റ് മേഖലയിലെ ബാങ്കുകളുണ്ട്, സാലറി ഒട്ടും മോശമില്ല. ഇൻഷുറൻസ് മേഖലയിലെ എക്സാമുകളുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല അടിപൊളിയായിട്ട് പഠിച്ച എക്സാമുകൾ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എൻട്രിയിൽ ബാച്ചുകളെല്ലാം അവൈലബിൾ ആണ്. IBPS POD SBI POD ഒക്കെ ബാച്ചുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ക്വിസുകൾ, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനുകൾ വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഫോൺ നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അത് കൂടാതെ
ഈ വരുന്ന ജൂലൈ 13 നമ്മളുടെ IBPS ബാങ്കിങ് വേക്കൻസികളെക്കുറിച്ചും അതേപോലെ തന്നെ എക്സാംസുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എക്സാംസുകളെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് തരാനും അതേപോലെ എക്സാം പാറ്റേണുകളെക്കുറിച്ചും നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ റിജിൻ സാർ നയിക്കുന്ന ഒരു വെബിനാർ ഉണ്ട്. ഡേറ്റ് മറക്കണ്ട, ജൂലൈ 13 അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബിനാർസിൽ പങ്കെടുക്കാൻ പറ്റും. നമ്പർ മറക്കണ്ട 7736122215. അപ്പോൾ വെബിനാറിൻ്റെ ഡേറ്റും മറക്കണ്ട, ജൂലൈ 13 ജിൻ സാർ നയിക്കുന്ന വെബിനാറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. IBPS POൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നിലുള്ളത് ഒരുപാട് അവസരങ്ങളാണ്. അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം തീരുമാനിക്കുക. അപ്പോൾ എല്ലാ അവസരങ്ങളും നല്ല അടിപൊളിയായിട്ട് വിനിയോഗിക്കുക, നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.